കേരളത്തിൻ്റെ സ്വന്തം ചക്കയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഒരു കാർഷികമായി ആൾക്കാർ കാണാതിരുന്ന ചക്കയെ കർഷകൻ്റെ പ്രിയപ്പെട്ട ഒരു വിഭവമാക്കി മാറ്റി. ചക്ക കൃഷി ചെയ്തും ജീവിക്കാം, ചക്കയിലൂടെ ലോകം തന്നെ കീഴടക്കാം എന്നുള്ള സന്ദേശമാണ് താങ്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലുപരി ലോക സമാധാനത്തിനു വേണ്ടി ഉള്ളൊരു സന്ദേശമായി താങ്കൾ ഇതിനെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ കൃഷി ചെയ്ത് അതൊരു സന്ദേശമായി മാറാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അത് ഘട്ടം അപ്പോൾ 28 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ കിടക്കണം. അത് മുഴുവൻ കാണുക എന്ന് പറഞ്ഞാൽ അത് പാഠ്യവിഷയമാവണം. നിസ്സാര സ്ഥലത്തല്ല പാഠ്യവിഷയം. IIT റൂർക്കിയിൽ പാഠ്യവിഷയം 2021 മാർച്ച് 22 ലോക ജലദിനത്തിന് IIT മദ്രാസിലെ പത്മശ്രീ ഡോക്ടർ പ്രദീപ് സാറ് അവിടുത്തെ ചീഫാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ വാട്ടർ ഡേ സെമിനാർ നടത്തി. അന്താരാഷ്ട്ര ജലദിന സെമിനാർ മാർച്ച് 2021 മാർച്ച് 22 ആ മദ്രാസ് IITയിലെ ലോക ജലദിന സെമിനാർ ഉദ്ഘാടകനായിട്ട് ഡോക്ടർ പ്രദീപ് സാറ് വിളിച്ചു തന്നെയാണ്. ഞാൻ ആ ഉദ്ഘാടകനായിട്ട് വിളിച്ചപ്പോൾ സത്യത്തിൽ ഞെട്ടുക എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ IIT മദ്രാസ് പോലെയുള്ള സ്ഥലത്ത് ലോക ജലദിന സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടകനായിട്ട് വരാൻ മാത്രം വലിപ്പമൊന്നും എനിക്കില്ല, അത്രയായിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ വലിപ്പക്കുറവല്ല, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയാണ് ഞങ്ങൾ ആ ഉദ്ഘാടകനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു വലിയ അംഗീകാരമാണ്. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് കൃത്യമായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റേ നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കൃഷി വകുപ്പിൽ നിന്നുമൊക്കെയുള്ള പ്രോത്സാഹനം അങ്ങനെയാണ്. ഇപ്പോൾ കൃഷിമന്ത്രി എൻ്റെ കൃഷിസ്ഥലം വന്ന് P. പ്രസാദ് കൃഷി മിനിസ്റ്റർ, ഇപ്പോഴത്തെ കൃഷിമന്ത്രി വന്ന് കണ്ടു. എന്നാൽ പഴയ കൃഷിമന്ത്രി VS സുനിൽകുമാർ അദ്ദേഹം വന്ന് കണ്ടിട്ടില്ല. അതിലെനിക്കൊരു ദുഃഖമുണ്ട്. പക്ഷേ പുതിയ കൃഷിമന്ത്രി P. പ്രസാദ് സാറ് എൻ്റെ കൃഷിസ്ഥലം വന്ന് സന്ദർശിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പോയ ആളാണ്. അതേപോലെ തന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോടിയേരി സാറും സഹധർമ്മിണിയും കൂടി എൻ്റെ കൃഷിസ്ഥലം വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത്, ഇവിടെ അടുത്ത് എനിക്ക് വരാനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് അടുത്തായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത് അദ്ദേഹം അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ചികിത്സ കഴിഞ്ഞ് കീമോ ചെയ്യണ സമയത്ത് അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ച് ചക്ക കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൃഷിസ്ഥലം സന്ദർശിച്ച മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സാറ് സന്ദർശിച്ചു. മുൻ മന്ത്രി MA ബേബി സാറ് തോട്ടം സന്ദർശിച്ചു. ജോസ് കെ മാണി MP ജോസ് കെ മാണി MP കൃഷിസ്ഥലം വന്ന് സന്ദർശിച്ചു. ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കൂടി വന്ന് കൃഷിസ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, അതേപോലെ തന്നെ കൈപ്പമംഗലം MLA E.T. ടൈസൺ മാഷ്, തൃശ്ശൂർ MLA P. ബാലേന്ദ്രൻ, അങ്ങനെ ഒരുപാട് നേതാക്കൾ, റോഷി അശ്വിൻ ജലവിഭവ വകുപ്പ് മന്ത്രി, K. രാജൻ റവന്യൂ മിനിസ്റ്റർ, ആൻ്റണി രാജു മിനിസ്റ്റർ. അദ്ദേഹത്തിനോട് ഞാൻ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ഒരു വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു വൃക്ഷത്തൈ കൊടുക്കുക, അത് ആ വാഹനം കൊടുക്കുന്ന കമ്പനികൾ കൊടുക്കുക. കാരണം ഇതിൻ്റെ ഒരു ബാലൻസിങ്. അപ്പോൾ ഒരു കാറ് 1 മണിക്കൂർ റൺ ചെയ്താൽ 20 പൗണ്ട് കാർബൺ മോണോക്സൈഡ് ആണ് പ്രപഞ്ചത്തിൽ കലരുക. അതാണ് കാർബൺ ഡയോക്സൈഡായിട്ട് പിന്നെ വൃക്ഷങ്ങൾ വലിച്ചെടുക്കുക. അപ്പോൾ ഈ അന്തരീക്ഷ മലിനീകരണം ഒരു കാറിൽ നിന്നുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ ഉണ്ടാകുമ്പോൾ അത് വലിച്ചെടുക്കാൻ ആ വാഹനം മേടിക്കുന്ന ആൾ തന്നെ ഒരു വൃക്ഷം വെച്ച് പരിപാലിക്കുക. അത് ഫ്ലാറ്റൊക്കെയുള്ള ആളുകൾക്ക് തിരിച്ചു നോക്കിയാൽ എവിടെ സ്ഥലം അതാത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥലം തിരഞ്ഞെടുത്താൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രത്യേക ഏരിയ അതിനായിട്ട് മാറ്റി കൊടുത്തത് അവിടെ അത് വെച്ച് അവർ പരിപാലിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് മേടിച്ച് അതവിടെ പരിപാലിക്കുക. അടുത്ത കൊല്ലം ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് ആ വെച്ച
വൃക്ഷത്തിൻ്റെ ഒരു പടമെടുത്ത് ആ ഇൻഷുറൻസിൽ ക്ലബ് ചെയ്യുക. അപ്പോൾ ആ വൃക്ഷം വളർന്നിരിക്കും. അല്ലെങ്കിൽ അത് പലരും മിസ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു വാഹനം നമ്മളിവിടെ ഇറങ്ങുമ്പോൾ ഒരു വൃക്ഷത്തൈ വയ്ക്കുക, ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു വൃക്ഷത്തൈ വയ്ക്കുക. അതൊരു സന്ദേശമായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ അദ്ദേഹത്തിന് ഞാൻ തൃശ്ശൂർ വാഹനീയം എന്നുള്ള ഒരു പദ്ധതി നടപ്പാക്കി. ഞാനല്ല, മിനിസ്റ്റർ നടപ്പാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വൃക്ഷത്തൈ ഫ്രീ ആയിട്ട് കൊടുത്ത് അന്ന് ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ളത് ഒരു സർക്കാരിന് ഒരു പ്രചോദനം കൊടുക്കുക എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ഈ തൈകൾ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ, കെ രാജ മിനിസ്റ്റർ, സേവ്യർ ചിറ്റപ്പള്ളി MLA, വേറെ പുതുക്കാട് MLA രാമേന്ദ്ര സർ, അങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ ഈ തൈ കൊടുത്ത് അവരാണ് അന്നത്തെ വാഹനം ഉടമകളായിട്ടുള്ള കുറേ ആളുകൾക്ക് ഈ തൈ ഫ്രീ ആയിട്ട് കൊടുത്തത്. അതൊരു ചടങ്ങായിട്ട് നടന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ പ്രമോജ് ശങ്കർ അദ്ദേഹം ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജെയിംസ് സാറ്, അങ്ങനെ അവരുടെ ഒരു ടീം വർക്കായിട്ട് ചെയ്തു. വളരെ നല്ല ഒരു ചടങ്ങായിട്ട് എനിക്കത് ഇത് കണ്ടപ്പോഴാണ് ഒരു ആശയം തോന്നിയത്. ഈ ആട് പ്ലാവുകല നന്നായി കഴിക്കുന്നതാണ്. ഇതൊരു ഫാം, ഇതിൻ്റെ കൂടെ ഒരു ഫാമിംഗ് കൂടെ അത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു 5-10 സെൻറ്റ് സ്ഥലത്ത് നല്ല നെറ്റ് കവർ, 6 അടിയിൽ നെറ്റ് കവർ ചെയ്ത് അതിൽ ആട് കൃഷി നടത്താനുള്ള കൂടൊക്കെ തയ്യാറാക്കി അതിൻ്റെ ഉള്ളിൽ വളർത്തി അഴിച്ചിടരുത്. അഴിച്ചിട്ടാൽ ഇത് നിൽക്കില്ല. പക്ഷേ ഇതിന് ആവശ്യമുള്ള ഇല അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും, ഒരു സംശയം. വേറെ പോകണ്ട. ഇതിൻ്റെ പ്ലാവില ഇത് നിങ്ങളിപ്പം ഈ പറിച്ചു കളയുന്ന ഇതുണ്ടല്ലോ, അല്ല പശു മറ്റ് കന്നുകാലികളാണെങ്കിൽ കന്നുകാലിയും വളർത്താം. അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് വരുമാനം കിട്ടാൻ ഒരു വിഷമമില്ല, സുഖമായിട്ട് കിട്ടും. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ഈ ഉച്ച നേരത്തെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 3-4 ഹട്ട്, ഒരു പൂള്, സ്വിമ്മിംഗ് പൂള് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ടൂറിസം പ്രൊമോഷൻ നടക്കും. ഇപ്പോൾ ടൂറിസം മിനിസ്റ്റർ നമ്മുടെ ഇദ്ദേഹം മുഹമ്മദ് റിയാസ് അവറുകൾ ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വേണം, ജാക്ക് ഫ്രൂട്ട് ടൂറിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ജാക്ക് ഫ്രൂട്ട് ടൂറിസം, ഫുഡായി, പച്ചപ്പായി, ഇതിൻ്റെ ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ആട് കൃഷി, മറ്റ് മൃഗങ്ങളൊക്കെ വളർത്തുന്ന ഒരു കൃഷി സമ്പ്രദായം, ഇതെല്ലാം കൂടി പഠിക്കാനും അവർക്ക് വന്ന് താമസിക്കാനും വിദേശികൾ ഇഷ്ടം പോലെ ആകർഷിക്കും. 0 പൊല്യൂഷനാണ്. അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഒരു ജാക്ക് ഫ്രൂട്ട് ടൂറിസം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരും. അത് ആലോചനയിലുണ്ട് ഒരു സംവിധാനം. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശീലം. എല്ലാം കൂടി നമ്മൾ എടുത്ത് ചെയ്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ഒരു കാര്യം സക്സസ് ആയതിനു ശേഷം അടുത്ത ഫാമിലിയെ കുറിച്ചൊന്നും ചോദിച്ചില്ല. അവരൊക്കെ എങ്ങനെയാണ് പിന്തുണയും? ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ അഭിഭാഷകയാണ്, സന്ധ്യ വർഗീസ് എന്നാണ് പേര്. തൃശ്ശൂരാണോ? തൃശ്ശൂരും ഹൈക്കോർട്ടിലായിട്ട് പ്രാക്ടീസ് ചെയ്യും. മകള് 11ാം ക്ലാസ്സിൽ +1 ആണ്, വർഷ. മകള് ഈ സ്പെൽ ബിയിലൊക്കെ സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് പല കൊല്ലങ്ങൾ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോയിട്ടുള്ള ആളാണ്. മകൻ 6ാം ക്ലാസ്സിലും. അപ്പോൾ ഒരു മകൾ മൂത്തത് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. അവർ ഒരാൾ നമ്മുടെ പാറേമകാവ് വിദ്യാമന്ദിർ എന്ന് പറഞ്ഞ സ്കൂളിലാണ് മകൾ +1 പഠിക്കുന്നത്. മകൻ തൃശ്ശൂർ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് മാടക്കത്തറയിൽ, അവിടെയാണ് മകൻ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ലോകത്ത് 17,100 ലക്ഷം കോടി ഡോളറിൻ്റെ ആയുധങ്ങളാണ് എല്ലാ രാജ്യങ്ങളും കൂടി വാങ്ങിച്ച് കൂട്ടുന്നത്. മനുഷ്യൻ വെടിവെച്ച് കൊല്ലാൻ, അല്ലെങ്കിൽ രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് മറ്റാളുകൾ വരുമ്പോഴാണല്ലോ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ 17,100 ലക്ഷം കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ ലോകരാജ്യങ്ങൾ എല്ലാവരും ഒരു വർഷം വാങ്ങിക്കുമ്പോൾ അന്നൊരു 10% മാറ്റിവെച്ച് UN അടക്കം നേതൃത്വം കൊടുത്തത് കൃഷി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കൃഷി പാഠ്യവിഷയമാക്കുക, തിയറിയും പ്രാക്ടിക്കലും. കൃഷി എന്നുള്ളത് ഒരു സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ ബയോളജി പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, അങ്ങനെ പല ഞാൻ വർഷങ്ങളായി പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അഗ്രികൾച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിക്കുക. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ കമ്പൽസറി തിയറിയും പ്രാക്ടിക്കലും പാഠ്യവിഷയമാക്കുക. LKG UKG നഴ്സറി ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് ചെറിയ ക്ലാസ്സിൽ തന്നെ അവരെ കൃഷി സ്ഥലങ്ങളിൽ കാണിക്കുക.
ചെറുതായിട്ട് അവരെ ഇനി പഠിപ്പിക്കുക. +1 +2 അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റായിട്ട് മാറുക. ഡിഗ്രി തലത്തിൽ അഗ്രികൾച്ചറിൻ്റെ ഡിഗ്രി ഇപ്പോൾ BSc അഗ്രികൾച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കലി ലോക സമാധാനം കൃഷിയിലൂടെ എന്നുള്ള സന്ദേശം നമുക്ക് മുന്നോട്ട് വയ്ക്കുകയാണ്. ലോക സമാധാന കൃഷിയിലൂടെ അതിൻ്റെ പ്രധാന കാരണം അത് സംബന്ധമായിട്ട് കുറച്ച് ലോകസമാധാന കൃഷി മുദ്രാവാക്യം ഉയർത്തി കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ലോകത്തെ ഏത് ജയിലിൽ പോയാലും ഒരു കൃഷിക്കാരൻ ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നുണ്ടാവില്ല. ഇനി അഥവാ ആരെങ്കിലും ഒരാളങ്ങനെ ലോകത്ത് 1-2 ആളുണ്ടെങ്കിൽ അവൻ്റെ കൃഷിഭൂമി വേറെ ആരെങ്കിലും വന്ന് നശിപ്പിക്കണതിൻ്റെ ഒരു സങ്കടം കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ, കൃഷി സംരക്ഷിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കൃഷിക്കാരൻ ഒരു ക്രിമിനലാവില്ല. ഒരു വാഹനം ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഓവർ സ്പീഡിൽ പോയ ഒരാൾ കൃഷിക്കാരനാവില്ല. കൃഷിക്കാരന് ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. ഒരു മിനിമം ലെവലിൽ പോകും. അപ്പോൾ ഒരു വാഴക്കന്ന് കുഴിച്ചിട്ട് അതിലൊരു കൊല ഉണ്ടാവണം 7 മാസം ശരാശരി കാത്തിരിക്കണം. ആ കൊല മൂത്ത് കിട്ടണമെങ്കിൽ 3 മാസം കൂടി കാത്തിരിക്കണം. അപ്പോൾ ഒരു 10 മാസം കാത്തിരുന്നാലാണ് ഒരു വാഴക്കന്ന് കുഴിച്ചൊരു കൊല കിട്ടുക. അപ്പോൾ ഒരു കൃഷിക്കാരൻ 10 മാസം ക്ഷമിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് വാഴക്കൊല കയ്യിൽ കിട്ടുക. ഒരു പ്ലാവിൻ്റെ ചക്ക പൂവിട്ടിട്ട് അത് മൂത്ത് പഴുത്ത് ചക്കയാവണമെങ്കിൽ 4.5 മാസം ക്ഷമിക്കണം. അപ്പോൾ ഏത് കൃഷിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷമ വേണം. അപ്പോൾ ക്ഷമയുള്ള ആളുകളായിരിക്കും കർഷകർ. അപ്പോൾ ലോകത്ത് ലോക സമാധാനം കൃഷിയിലൂടെ എന്നുള്ള ആപ്തവാക്യം നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ഇത് കേൾക്കുന്നവരുടെയും മുന്നിലേക്ക് വയ്ക്കണം. നിങ്ങളുടെ ചാനലിലൂടെ ഈ ലോക സമാധാനം കൃഷിയിലൂടെ എന്നുള്ള സന്ദേശം ലോകത്ത് മുഴുവൻ വ്യാപിച്ച് സമാധാനം ഉള്ള ഒരു ലോകമായി മാറട്ടെ എന്നുള്ള ആശംസ ഈ നേരത്തെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കർഷകൻ എപ്പോഴും കർഷകൻ ഒരു ആകുലതയുള്ള ഇതാണ്. കാരണം എല്ലാം കൃഷി ചെയ്തു വരുമ്പോഴായിരിക്കും പ്രകൃതിക്ഷോഭം, ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ 2018 പ്രളയം, പാൻഡമിക്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കൃഷി ലാഭകരമല്ല എന്നുള്ളൊരു ഇതാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയോ അതിനെപ്പറ്റി എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. 2018 കേരളം കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടാവണേ. 42% മഴ കൂടുതലായിരുന്നു. 483 പേരാണ് 2018 കേരളത്തിൽ നിന്ന് മരിച്ചു പോണത്. പ്രളയം കൊണ്ടാണ് കൂടുതൽ ആളുകൾ മരിച്ചത് എന്നുള്ളൊരു ധാരണ നമുക്കും എല്ലാവർക്കും ഉണ്ട്. പ്രളയം കൊണ്ടല്ല മരിച്ചിരിക്കുന്നത്. 373 പേര് മരിച്ചതും ഉരുൾപൊട്ടിയിട്ടാണ്. അപ്പോൾ ഉരുൾപൊട്ടലാണ് പ്രധാന വില്ലനായി വന്നിരിക്കുന്നത്, പ്രളയമല്ല. എന്നാൽ പ്രളയം എന്ന് പറഞ്ഞാൽ 42% മഴ കൂടിയപ്പോൾ ഈ മഴവെള്ളം കൂടുതൽ ശേഖരിക്കാനുള്ള നേച്ചുറൽ ജലസംഭരണികളായ ഡാമുകൾ, കേരളത്തിലെ പുഴകൾ, കുളങ്ങൾ, ചെറുതോടുകൾ, എവിടെയൊക്കെ ജലം നേച്ചുറലായിട്ട് സംഭരിക്കാനുള്ള സ്ഥലമുണ്ടോ അവിടെ മുഴുവൻ 35 മുതൽ 50% മട്ട്, മണൽ, ചളി വന്ന് മൂടപ്പെട്ട് കിടക്കുക. ഡാമുകളായാലും പുഴകളായാലും കുളങ്ങളായാലും ജലസംഭരണികൾ എല്ലാം തന്നെ നേച്ചുറൽ ജലസംഭരണികൾ. ഈ മട്ടും മണലും ചളി എടുത്തു മാറ്റാതെ ഇനിയും കേരളത്തിൽ പ്രളയം ഉണ്ടാവും. ഇപ്പം നമ്മൾ വീട്ടിൽ പല ആവശ്യങ്ങൾക്കും ടാങ്കുകൾ ഉണ്ടാക്കും. നമ്മുടെ കിണർ വേനൽക്കാലത്ത് കിണർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പൊട്ടിക്കിടക്കുന്ന മട്ട് ചളിയൊക്കെ എടുത്തു മാറ്റും. അത് മാറ്റുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാനാണ്. ഈ മഴ ഒരല്പം കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം മഴ പെയ്താൽ ഒരുവിധം എല്ലാ ഡാമുകളിലും മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നൊരു ബോർഡ് കാണാം. എല്ലാ ഡാമുകളിലും അതിൻ്റെ മോൾ വശത്തായിട്ട് മാക്സിമം വാട്ടർ ലെവൽ MWL, ഈ മാക്സിമം വാട്ടർ ലെവലിൻ്റെ ഇടയ്ക്ക് വെള്ളമെത്തും. കുറച്ച് ദിവസം ഇപ്പോൾ ഭാരതപ്പുഴ തമിഴ്നാട് ആനമലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 209 കിലോമീറ്റർ നീളമാണ് ഭാരതപ്പുഴയ്ക്ക്. മലപ്പുറത്ത് പൊന്നാനി അറബിക്കടലിൽ ചെന്ന് അവസാനിക്കണം. 4400 സ്ക്വയർ കിലോമീറ്റർ കാച്ച്മെൻ്റ് ഏരിയ കേരളത്തിലും 1786 സ്ക്വയർ കിലോമീറ്റർ കാച്ച്മെൻ്റ് ഏരിയ തമിഴ്നാട്ടിൽ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ തമിഴ്നാടായിട്ട് ബന്ധപ്പെടുത്തണ്ട. കേരളത്തിലെ 4400 സ്ക്വയർ കിലോമീറ്റർ കാച്ച്മെൻ്റ് ഏരിയ ഉണ്ട് ഭാരതപ്പുഴയ്ക്ക്. ഈ ഭാരതപ്പുഴയിൽ മട്ട്, മണൽ, ചളി, അതേമാതിരി
ഫോറസ്റ്റിൽ വളരേണ്ടതായിട്ടുള്ള പല മരങ്ങളും ഭാരതപ്പുഴയുടെ ഉള്ളിലാണ് കാടായിട്ട് വളരുന്നത്. ഇതെടുത്ത് മാറ്റാതെ ഈ പുഴയിലെ സ്വാഭാവിക ഒഴുക്ക് നിയന്ത്രിക്കാതെ, ഭാരതപ്പുഴ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 44 നദികൾ ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ. ഈ മട്ട് മണൽ അവിടുന്ന് എടുത്തു മാറ്റി മരക്കാടുകൾ മുറിച്ച് മാറ്റി പുഴയെ സ്വാഭാവികമായിട്ട് അതിൻ്റെ വീതിയിൽ പരത്തി ഒഴുക്കാൻ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ വർഷക്കാലത്ത് മഴ 4 ദിവസം കൂടുതൽ വന്നാൽ ആ പ്രദേശത്തെ മഴവെള്ളം മുഴുവൻ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ആയി. ഇവിടെ അതൊന്ന് മട്ട് മണൽ നീക്കം ചെയ്ത് അതിന് പോയാൽ മണൽ മാഫിയ എന്ന് പറയും. നമ്മൾ തലമുടി വളർന്നാൽ ഒരു പ്രോപ്പർ അളവ് കഴിഞ്ഞാൽ അത് വെട്ടിക്കളയണം. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ഭാരതപ്പുഴയിലെ മട്ട് മണൽ നീക്കം ചെയ്ത് ഒരു 2-3 കിലോമീറ്റർ ദൂരമെങ്കിലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മട്ട് മണലും ചളി നീക്കി പുഴേനെ സ്വാഭാവികമായിട്ട് ലെവൽ ചെയ്തിട്ട് വെള്ളം ഒഴുകാനുള്ള അനുമതി കൊടുക്കുക. അത് മാറ്റിയിടുക. അത് വിൽപ്പന നടത്താനോ ലേലം ചെയ്യാനൊക്കെ പിന്നീട് 2ാം ഘട്ടമായിട്ട് ആലോചിക്കാം. ആ മട്ട് മണൽ ചളി മാറ്റി കഴിഞ്ഞാൽ ആ പുഴയുടെ 2 ഭാഗത്തേക്ക് 3 കിലോമീറ്ററോളം ദൂരത്തേക്ക് ഇതിൻ്റെ ഉറവ കിട്ടും. കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടും. അവിടുത്തെ ഇതേപോലത്തെ തണുപ്പ് അന്തരീക്ഷം ഗുണം ചെയ്യും. അവിടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് മറ്റ് പല കൃഷികളും ചെയ്യും, വെള്ളം കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇളകാതെ കിടക്കുന്ന കരിങ്കല്ല് പൊട്ടിച്ച് എംസാൻഡ് എന്നുള്ള പേരിൽ മണലാക്കാൻ ഒരു പരാതിയില്ല. ഇളകി കിടക്കുന്ന പുഴയിൽ നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ച പോലെ 2 കല്ലുകൾ കൂട്ടിയിടിച്ച് ഫോറസ്റ്റിൻ്റെ ഉള്ളിലത്തെ കല്ലുകൾ കൂട്ടി തട്ടിയിട്ടാണ് ഒഴുകി വന്ന് മണലാവണേന്ന് പഠിച്ചേക്കണം. ഒരു ലെവല് കഴിഞ്ഞിട്ട് എക്സസ്സായി കിടക്കുന്ന മണലെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇനിയും കേരളത്തിൽ പ്രളയം ഉണ്ടാവും. എല്ലാ നദികൾക്കും ബാധകമാണ്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ ആളായി മാറും. ഒരു വിഭാഗത്തിൻ്റെ ആളല്ല, കൃഷിയുടെ ആൾ മാത്രമേ ഉള്ളൂ. അഭിപ്രായം പറയാം, സന്ദേശം പറയാം, ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു സജഷൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ദൂരം ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഇത് കേൾക്കുന്ന ആ ആളുകൾ ഇടപെട്ട് ഈ മട്ടും മണലും നീക്കം ചെയ്ത് എത്രയാണോ പുഴയുടെ വീതി ആ വീതിയിൽ മുഴുവൻ ഒരു അരഞ്ഞാച്ചരട് പോലെയാണ് ഭാരതപ്പുഴയിൽ വേനൽക്കാലത്ത് പുഴ ഒഴുകുക. അതിന് പകരം പരത്തി ഒഴുക്കാൻ സമ്മതിച്ചാൽ ആഗോളതാപനം തടയും. ഇത് മണൽ ചൂടായി ആവിയാണ് വരിക. പരന്നു പോകുന്ന വെള്ളം അത് കുറച്ചാവട്ടെ, ഉള്ള വെള്ളത്തെ പരത്തി ഒഴുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അത് വലിയൊരു ഘടകം. അതേപോലെ തന്നെ ഈ ഉരുൾപൊട്ടുന്ന കാര്യത്തിൽ ഈ മഴയുടെ അളവിലേക്ക് ഒന്നുകൂടി വരാം. 2018 42% കൂടുതലാണെങ്കിൽ 2019 22% കൂടുതലായിരുന്നു. 2020 15%, 2021 കൂടുതലായിരുന്നു. 2022 മഴ പെയ്യുന്ന കാലഘട്ടം അളവ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണെങ്കിലും മഴ ജൂണിൻ്റെ മുന്നേ തന്നെ കേരളത്തിൽ മഴ തുടങ്ങി. മഴ അവസാനിക്കുന്ന സമയം കഴിഞ്ഞിട്ടും ഈ കഴിഞ്ഞ 15-20 ദിവസം മുന്നേ വരെ ഏകദേശം ഡിസംബർ മാസത്തിൽ വരെ കേരളത്തിൽ മഴ പെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മാസങ്ങൾക്ക് മുമ്പ് മഴ നിൽക്കണ്ടായിരുന്നു. പക്ഷേ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാലം തെറ്റിയ കാലവർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. കാലാവസ്ഥയും അതുപോലെ തന്നെ, മഴയാണെങ്കിൽ കണ്ടിന്യൂസ് മഴ, വെയിലാണെങ്കിൽ കണ്ടിന്യൂസ് വെയിൽ. അപ്പോൾ വരും കാലങ്ങളിലും കേരളത്തിൽ ഉരുൾപൊട്ടലും ഉണ്ടാവും, പ്രളയവും ഉണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം ജലസംഭരണികളുടെ സംഭരണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രളയം ഉണ്ടാവുന്നു. ഉരുൾപൊട്ടാനുള്ള പ്രധാന കാരണം ഈ കുന്നും മലകളുള്ള സ്ഥലത്ത് പല ആളുകളും ഭൂമി കൃഷി ചെയ്യുമ്പോൾ പാറ പൊന്തി കിടക്കുന്ന സ്ഥലങ്ങൾ വരും. അതിൻ്റെ മുകളിലും ഹിറ്റാച്ചിയോ JCB ഉപയോഗിച്ച് ആ മണ്ണ് മാറ്റും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റ് പല കാര്യത്തിനും വേണ്ടിയിട്ട്. അവിടെ ഈ കരിങ്കല്ലിൻ്റെ പാറയുടെ മുകളിൽ മേൽമണ്ണ് ഉറച്ച് നിൽക്കുന്നത് ലിത്തോമെർജിക് എന്ന് പറയുന്ന കളിമണ്ണ് പോലത്തെ ഒരു മണ്ണാണ് പിടിച്ചു നിർത്തുക. പാറയുടെ മുകളിൽ
ലിത്തോമാർജിക്കാണ്. ആ ലിത്തോമാർജിക്കും ആണ് മേൽമണ്ണിനെ പാറേനെയും മേൽമണ്ണിനെ പിടിച്ച് നിർത്തുന്നത്. മേൽമണ്ണ് നീക്കം ചെയ്താൽ ലിത്തോമാർജിക് എന്ന് പറഞ്ഞ മണ്ണ് സൂര്യപ്രകാശം ഏറ്റാൽ ഇത് ഓട്ടോമാറ്റിക് ജലാംശം പെട്ടെന്ന് നഷ്ടപ്പെട്ട് ഇത് മണ്ണ് വിള്ളും. ഈ നെൽപ്പാടത്ത് നനവ് നഷ്ടപ്പെട്ടാൽ കട്ട വിള്ളുക എന്ന് പറയും, നമുക്ക് കട്ട വിടേണ്ടത് കാണാം. അതേപോലെയാണ് ഈ ലിത്തോമാർജിക്കിലേക്ക് മഴവെള്ളം വരികയും ഇത് അപ്പം തന്നെ പൗഡർ അലിയുന്ന പോലെ അലിഞ്ഞു കഴിഞ്ഞാൽ ഈ മേൽപ്പാറയും മേൽമണ്ണും തമ്മിലുള്ള ബന്ധം വിടണം. അതിൻ്റെ തൊട്ട് താഴ്ത്തായിട്ട് ഏതെങ്കിലും പഴയ കാലത്തൊരു വൻ മരം മുറിഞ്ഞു പോയിണ്ടാവും, അല്ലെങ്കിൽ വീണ് കിടക്കുന്നുണ്ടാവും. ആ മരത്തിൻ്റെ കുറ്റി ഇരുള്ളിൽ കൂടെ വീണ്ടും മഴവെള്ളം ഇറങ്ങുമ്പോൾ ഇതിൻ്റെ വേരൊക്കെ ചില പാറകളിലൊക്കെ ചെന്ന് മുട്ടി ആ ദ്രവിച്ചു പോയ സ്ഥലത്തേക്ക് മഴവെള്ളം ചെല്ലുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മുകളിൽ നിന്ന് മേൽപ്പാറയുടെ തൊട്ട് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഈ മരക്കുറ്റിയുടെ ഉള്ളിലേ കൂടെ വെള്ളം പോയി ഇത് രണ്ടും കൂടി ശക്തി പ്രാപിക്കും. തൊട്ടടിയിൽ ഇത് ഭയങ്കര ശക്തിയായിട്ട് വെള്ളത്തിൻ്റെ പ്രഷർ കൂട്ടി പിന്നെ നേരെ ഉരുൾപൊട്ടായിട്ട് ഭവിക്കും. ഈ മരക്കുറ്റിയുടെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങുന്ന ആ പ്രക്രിയനെ പറയുന്ന പേരാണ് പൈപ്പിംഗ്. നമ്മുടെ സയൻറ്റിസ്റ്റുകൾ കർഷകർക്കോ കൃഷിക്കാർക്കോ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഭാഷകൾ ഉപയോഗിക്കും. ലിത്തോമാർജിക് എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് പലർക്കും അറിയില്ല. പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പൈപ്പിംഗ്? വലിയ സംഭവമായിട്ട് പറയും. പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മരക്കുറ്റി ദ്രവിച്ചു പോയ മരക്കുറ്റിയിലുള്ള വെള്ളം പോയി ആ വെള്ളം ഉരുൾപൊട്ടായി മാറുന്നതിനെയാണ് പൈപ്പിംഗ് എന്ന് പറയുക. അത് ഉരുൾപൊട്ടുന്ന മരക്കുറ്റിയിലുള്ള വെള്ളം ഇറങ്ങണമെന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. ഈ കർഷകർ മുഴുവൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളായിക്കോളുന്നില്ല. അവർക്ക് മനസ്സിലാവണ രൂപത്തിൽ ഇതിൻ്റെ സയൻറ്റിസ്റ്റുകൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം അവരെ ബോധവൽക്കരിക്കണം. ഈ മലഞ്ചെരുവിൽ അല്ലെങ്കിൽ കുന്നുമലയുടെ മുകളിലൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ കർഷകരാണ്. അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, അവർക്ക് അറിയാവുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ ചെയ്ത ശീലമുള്ള ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ എൻ്റെ കൃഷി സ്ഥലത്ത് എത്ര മഴ പെയ്താലും ഒരു ഡ്രോപ്പ് വെള്ളം പുറത്തു പോവില്ല. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം വന്ന് ഇത് പഠിച്ച് ഇത് മറ്റ് കർഷകർക്ക്, മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അവിടുത്തെ പഞ്ചായത്തുകൾ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അവരെ കൊടുന്നത് കാണിച്ചു കൊടുക്കാം. അവർക്ക് അവരുടെ അതാത് പഞ്ചായത്തിലെ കർഷകർക്ക് വന്ന് കാണാം. എനിക്ക് ₹1 ഫീസ് തരണ്ട, എനിക്ക് അറിവുള്ള കാര്യങ്ങൾ മുഴുവൻ അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഉരുൾപൊട്ടലിനെ പ്രതിവിധിയിടാനുള്ള ഒരു പഠനശാലയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. എല്ലാ ഉരുൾപൊട്ടലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ കാട്ടിൽ ഉരുൾപൊട്ടും. അപ്പോൾ കാട്ടിൽ ഉരുൾപൊട്ടുമ്പോൾ മനുഷ്യൻ്റെ ഇടപെടലാണോ എന്ന് ചോദിക്കാം. കാട്ടിൽ വലിയ മരങ്ങൾ, അപ്പോൾ കാടിൻ്റെ മനുഷ്യൻ, ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ഉരുൾപൊട്ടിയാലാണ് നമ്മൾ അറിയണത്, മറ്റുള്ള സ്ഥലത്ത് ഉരുൾപൊട്ടിയാൽ അറിയില്ല. അപ്പോൾ അവിടെ ഈ ഫോറസ്റ്റ് വാച്ചർമാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അവിടെ വേനൽക്കാലത്ത് വിട്ട് ഈ ചെരിവുള്ള വനപ്രദേശത്ത് ജനവാസ മേഖലയുടെ മുകളിലുള്ള വനമേഖലയിൽ പോയി ഈ വെള്ളം ഒലിച്ചു വരുന്ന സ്വാഭാവിക ചാലുകളുണ്ടാവും. അവിടെ തൊട്ടടുത്ത മരങ്ങൾ വീണ് കിടക്കുകയും കഴിഞ്ഞ വർഷക്കാലത്ത് ഇപ്പോൾ ഇവിടെ ഈ ചമ്മല കിടക്കുന്നുണ്ട്, ഇലകൾ കിടക്കുന്നുണ്ട്. ഈ വീണ് കിടക്കുന്ന മരത്തിൻ്റെ ഈ നീർച്ചാല അടിയിലാവും മരങ്ങൾ കിടക്കണം. ഇവിടെ ഈ ചമ്മല വന്നിട്ട് അടിയും. അടുത്ത മഴ പെയ്യുമ്പോൾ ചെറിയ കല്ലുകളൊക്കെ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ചമ്മലയും ഈ കല്ലിവിടെ ബ്ലോക്കാവും. ആ മഴ കൂടുതൽ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ, കുറേ അടുപ്പിച്ച് ദിവസങ്ങൾ മഴ പെയ്യുമ്പോൾ വെള്ളം സ്ഥിരമായിട്ട് ഒഴുകിയിരുന്ന ചാല് തടസ്സം വന്ന കാരണം ഇത് തിരിഞ്ഞൊഴുകുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ പൈപ്പിംഗ് എന്നുള്ള പ്രതിഭാസമോ ചെറുതായിട്ട് പൊട്ടി നിൽക്കുന്ന സ്ഥലത്തെ കൂടെ ഈ വെള്ളം ഒഴുകുമ്പോൾ അവിടെ വലിയ ചാലായിട്ട് രൂപാന്തരപ്പെടുകയും അത് ഉരുൾപൊട്ടലായിട്ട് ഭവിക്കും. അതിനെ ഈ വാച്ചർമാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വേനൽക്കാലത്ത് ജനവാസമുള്ള മേഖലയിലെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറ്റി വിടുകയും അവിടെ ഇങ്ങനെ മരങ്ങളും മറ്റും വീണ് അടഞ്ഞു കിടക്കുന്ന സ്വാഭാവിക നീർച്ചാലുകളുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ആ ചാലുകളുടെ സ്വാഭാവിക ഒഴുക്ക് കറക്റ്റ് ചെയ്ത് വിട്ടാൽ കാടുകളുടെ ഉള്ളിലുണ്ടാകുന്ന ഉരുൾപൊട്ട് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ദീർഘവീക്ഷണം. അതേപോലെ തന്നെ മലഞ്ചെരുവിൽ വീട് പണിയുന്ന ആളുകൾ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും നിരന്ന സ്ഥലം അല്ലെങ്കിൽ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്താണ് വീട് പണി ഇഷ്ടം. ഒരിക്കലും അങ്ങനെ ചെരിവുള്ള ഭൂമിനെ ഗ്രൗണ്ടാക്കി മാറ്റരുത്. പില്ലറുകളിൽ നമ്മൾ പില്ലർ ഇട്ടിട്ട് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിലെ പണിയാവും. പില്ലർ ടൈപ്പ് വീടുകൾ പണിയണം. അത് മലയോര മേഖലയിലുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഉരുൾപൊട്ടിനെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
ഉറച്ചു നിൽക്കുന്ന മേൽമണ്ണിനെ ഇടിച്ച് ഒപ്പാക്കരുത്. പില്ലർ ടൈപ്പ് വീടുകൾ. പിന്നെ വഴികൾ, ഇപ്പോൾ എല്ലാ മലയോര മേഖലയിലേക്കും വഴി വേണം, എല്ലാവർക്കും ഗതാഗത സൗകര്യം വഴി വേണം. പക്ഷേ വഴികൾ ഉണ്ടാക്കുമ്പോൾ ആ വഴികളിലേക്കൊക്കെ ഈ സ്വാഭാവികമായിട്ട് ഈ നീര് ഉറവകളുണ്ടാവും. അവിടെയൊക്കെ ചപ്പാത്ത് കൊടുത്ത്, വെള്ളം ഒഴുകിയ റോട്ടിൽ കൂടി തന്നെ കോൺക്രീറ്റിങ് ചപ്പാത്ത് കൊടുത്ത് സുരക്ഷിതമായിട്ട് വെള്ളം ഒഴുക്കി വിടണം. അവിടെ ഒരിക്കലും ആ മുകളിൽ നിന്ന് വരുന്ന ആ നീർച്ചാലുകളെ അടച്ചിട്ട് റോഡ് വെട്ടരുത്. അതേപോലെ തന്നെ ഈ നീർച്ചാലുകളുടെ 2 സൈഡിൽ രാമച്ചം 2-3 ലെയർ വെച്ച് പിടിപ്പിച്ച് രാമച്ചം വെച്ച് പിടിപ്പിച്ചാൽ 8 മീറ്റർ വരെ രാമച്ചത്തിൻ്റെ വേര് അടിയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു മലയിൽ നിന്ന് വരുന്ന നീർച്ചാലിൻ്റെ 2 സൈഡിലും കുറച്ച് നീക്കി 2-3 ലെയർ രാമച്ചം വെച്ച് പിടിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന താഴേക്കുണ്ടാവുന്ന പൊട്ടൽ ഈ രാമച്ചത്തിൻ്റെ വേര് അണ്ടർഗ്രൗണ്ട് ബയോ ഫെൻസിങ്ങായി, ഭൂമിക്ക് അടിയിലുള്ള ബയോ ഫെൻസിങ് എന്നുള്ള രൂപത്തിലായി അത് ആ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തും. അതും നമുക്ക് ചെയ്യാം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് ഭൂമിയെ ഈ ഉരുൾപൊട്ടലിനെ നമുക്ക് സംരക്ഷിക്കാം. അത് കൂട്ടായിട്ട് ഒരു പഠനശാല നടത്തി പല ആളുകളുടെ, ഇപ്പോൾ എൻ്റെ അറിവ് മാത്രമാവില്ലേ, പല അറിവുള്ള ആളുകൾ വേറെ ഉണ്ടാവാം. അവരൊക്കെ ഉദ്യോഗസ്ഥരും കർഷകരും ഇതുമായി ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ച് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ച നടത്തി അതിന്ന് നമുക്ക്, ഇപ്പോൾ നിങ്ങളുടെ ചാനലിനൊക്കെ ചെയ്യാവുന്നൊരു കാര്യമാണ്, അതിന്ന് ഈ ഉരുൾപൊട്ടൽ എങ്ങനെ തടയാം, ഉരുൾപൊട്ടലിനെ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ള ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് എത്താം. അതേപോലെ തന്നെ കുട്ടനാട് 2ാം പാക്കേജ് റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പ്രത്യേക താല്പര്യം എടുത്തിട്ടുള്ളതാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണോ കഴിഞ്ഞ 2018 വെള്ളം വന്നിരുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ വെള്ളം പൊന്തി നിൽക്കുന്ന സ്ഥലം, ആ അളവിൻ്റെ മുകളിലേക്ക് പില്ലറിൽ തന്നെ, അവിടെ പില്ലറിൽ പൊക്കി അതിൻ്റെ മുകളിലേക്ക് ഒരു വാട്ടർ ടേബിള് ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് പുതിയ ഭവനങ്ങൾ പണിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേണം ഭവനങ്ങൾ പണിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ഇപ്പോൾ കുട്ടനാട്ടുകാർക്ക് ആ നാട്ടിൽ നിന്ന് പോകാൻ ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെ ആ നാട്ടിൽ തന്നെ നിലനിർത്താം. പക്ഷേ അവിടെ പില്ലർ ടൈപ്പ് വീടുകൾ, ഇനി പണിയുന്ന വീടുകളൊക്കെ പില്ലർ ടൈപ്പ് വീടുകൾ പണിയണമെന്ന് സർക്കാരിന് നിർദ്ദേശം കൊടുക്കാം. അത് കാര്യകാരണ സഹിതം അവരെ പഠിപ്പിച്ച് ബോധവൽക്കരണം നടത്തിയതിന് ശേഷം ചെയ്യണം, അല്ലെങ്കിൽ പ്രതിസന്ധി വരാം. അപ്പോൾ അതും ഈ പില്ലർ ടൈപ്പ് വീടുകൾ, പുഴകൾ, ഡാമുകൾ, ഈ നീരുറവകൾ എല്ലാം നമ്മൾ മട്ട് മണൽ ചളി വന്ന് അടിഞ്ഞുകൂടിയതുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയാൽ നമുക്ക് നാളെയുള്ള പ്രളയത്തെ നമുക്ക് ഒഴിവാക്കാം. ഒരു പരിധിവരെ അത് നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ് ഇതിൽ ഇനി ഇപ്പോൾ ഒരു ചാനലിനെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയം നമ്മൾ ഇത് കേൾവിക്കാർക്കൊരു സമയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇതൊരു സംഗ്രഹിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘമായ ഒരു സംഭാഷണം തന്നെയായിരുന്നു. കേരളത്തിൻ്റെ സ്വന്തം ചക്കയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഒരു കാർഷികമായി ആൾക്കാർ കാണാതിരുന്ന ചക്കയെ കർഷകൻ്റെ പ്രിയപ്പെട്ട ഒരു വിഭവമാക്കി മാറ്റി. ചക്ക കൃഷി ചെയ്തും ജീവിക്കാം, ചക്കയിലൂടെ ലോകം തന്നെ കീഴടക്കാം എന്നുള്ള സന്ദേശമാണ് താങ്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലുപരി ലോകസമാധാനത്തിനു വേണ്ടി ഉള്ളൊരു സന്ദേശമായി താങ്കൾ ഇതിനെ മാറ്റിയിരിക്കുന്നു. എല്ലാ വിധത്തിലും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. ബിസിനസ് മൂന്ന് നൽകിയ ഈ അഭിമുഖത്തിന് പ്രത്യേകം നന്ദി. വലിയ നിലയിലേക്ക്, ലോകം ശ്രദ്ധിക്കത്തക്ക നിലയിലേക്ക് ഇനിയും ഉള്ള കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും അർഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.